നോക്കെ മക്കൾ എന്തുകൊണ്ടാണ് കഞ്ചാവ് അടിക്കുന്നത്? നിങ്ങൾ ആരെങ്കിലും ഞാനൊക്കെ ഒരുപാട് കോളേജിൽ പഠിച്ചിട്ടുണ്ട്, ഭൗതിക കോളേജിൽ പഠിച്ചിട്ടുണ്ട്, ആത്മീയ കോളേജിൽ പഠിച്ചിട്ടുണ്ട്. ഒരുപാട് എല്ലാ മതത്തിൽപ്പെട്ട കൂട്ടുകാരുണ്ടായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും ഒരു ദിനേശ് വീഡിയോ, ഒരു പുക, ഒരു സീസർ വലിപ്പിക്കാൻ എന്റെ കൂട്ടുകാർക്ക് എന്നെ കൊണ്ട് സാധിച്ചിട്ടേ ഇല്ല. ഒരുപാട് ആളുകൾ പറയടാ ഒരു വീഡിയോ വലിക്കുന്നതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല. എന്റെ ഉപ്പ എന്നെ കാണിച്ച മാതൃക അതല്ല. എന്റെ ഉപ്പ അതൊന്നും ചെയ്യാത്തൊരു മനുഷ്യനാണ്. എന്റെ ഉപ്പ എന്താണോ അതാണ് എനിക്കും ആകാൻ ഇഷ്ടം. എന്റെ ഉപ്പ എന്റെ റോൾ മോഡലാണ്. ഇത് പറയുന്നത് എന്തിനറിയോ? നമ്മൾ ഈ ജീവിതത്തിൽ എവിടെ കൊണ്ടുപോയി നമ്മളെ എത്താലും ബാപ്പയും ഉമ്മയും നല്ലവരാണോ ആ മക്കൾ കേടില്ല. ഒരു ഉദാഹരണം പറയാം. ഷെയ്ഖ് ജീലാനി തന്റെ പിഞ്ചുമോനെ ദർസിലേക്ക് പറഞ്ഞേക്കുമ്പോ 440 ദിർഹമിന്റെ ഒരു പണസഞ്ചി കൊടുത്തിട്ട് മടിയിൽ വെച്ച് കെട്ടിക്കൊടുത്തു. എന്നിട്ട് പോകുമ്പോ മോനോട് പറഞ്ഞു, മോനെ കുലിൽ ഹഖ വഇൻ കാന മുറാ, കൈപ്പാണെങ്കിലും മോനെ സത്യമേ പറയാവൂ, കൈപ്പാണെങ്കിലും സത്യമേ പറയാവൂ. ഒരു ഉമ്മ പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ കൈപ്പാണെങ്കിലും സത്യം പറയാവൂ. ഇന്ന് നമ്മൾ പറയണോ, മോനെ കളവ് എന്നെ പറഞ്ഞോ, നീ ഇങ്ങനെ പറഞ്ഞാൽ. അപ്പോ ഈ കുട്ടിന്റെ മനസ്സിൽ എന്താണെന്ന് അറിയോ? കള്ളത്തള്ള. വല്ലാത്തൊരു ഉമ്മ തന്നെ. നേരെ മറിച്ച് ഈ ഷെയ്ഖ് ജീലാനിയെ കുറിച്ച് അലിമിയാൻ അബുൽ ഹസൻ അലി നദവി സാഹിബ് പറയാണ്, 5000 ആള് ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ദൈവത്തിലൂടെ. 1,00,000 ആളുകൾ സംസ്കാരമുള്ളവരായിട്ടുണ്ട്, മുസ്ലിങ്ങളിൽപ്പെട്ടവർ തന്നെ. അത്രയും വലിയ മഹാനാണ് ഷെയ്ഖ് ജീലാനി. ഈ ഷെയ്ഖ് ജീലാനി ചെറിയ കുട്ടിയായിരുന്നപ്പോ ഉമ്മ പഠിപ്പിച്ചു കൊടുക്കുകയാണ് കള്ളം പറയല മോനെ. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ കാട്ടിലൂടെ പോകുമ്പോ ഒരു കൊള്ളക്കാരൻ പിടിച്ചു. നിക്കവിടെ, എന്താ നിന്റെ കയ്യിലുള്ളതെന്ന് ചോദിച്ചു. പുഞ്ചിരിച്ചുകൊണ്ട് ഷെയ്ഖ് ജീലാനി പറഞ്ഞു, എന്റെ പൊന്നുമ്മ തന്ന 40 ദിർഹമുണ്ട്, ഇങ്ങോട്ട് എടുക്കുകയായിരുന്നു. എടുത്തോട് കൊടുത്ത് ചിരിച്ച് സന്തോഷത്തോടു കൂടി പോയി. അപ്പൊ കൊള്ളക്കാരന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുന്നു, ഈ കുട്ടി എന്തൊരു സത്യസന്ധനാണ്. ഓടിച്ചെന്ന കുട്ടിയെ പിടിച്ചുകൊണ്ടുവന്നു. എന്നിട്ട് ചോദിച്ചു, മോനെ നീ എന്താ സത്യം പറഞ്ഞത്? എനിക്കൊരു ഉമ്മയുണ്ട്, എന്റെ ഉമ്മ അൽ ഉമ്മു മദ്റസത്തുൻ, എന്റെ ഉമ്മ എന്റെ പാഠശാലയാണ്, കള്ളം പറയരുത് എന്ന് പഠിപ്പിച്ചൊരു ഉമ്മ എനിക്കുണ്ട്. ആ കൊള്ളക്കാരൻ നന്നായി. ആ കൊള്ളക്കാരൻ പിന്നെ വലിയ ശിഷ്യനായി, പണ്ഡിതനായി. സാധിക്കും നിങ്ങളുടെ ഉമ്മാക്ക് ഇവിടെ? മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ വളർത്തിയത് വിധവയായ ഒരു സ്ത്രീയായിരുന്നു, ഉമ്മയായിരുന്നു. അബ്ദുൽ കലാം ആസാദിനെ വളർത്തിയതും ഒരു ഉമ്മയായിരുന്നു. അതുപോലെ അബ്ദുല്ലാഹ് ബിൻ സുബൈറിനെ വളർത്തിയത് ഒരു ഉമ്മയായിരുന്നു. എത്ര ഉമ്മമാരാണ് അവരെ വളർത്തിയത്? അവര് വീട്ടിലുണ്ടായിരുന്നു, സ്നേഹിച്ചിരുന്നു, കരുതിയിരുന്നു. ഉമ്മാക്കും ബാപ്പാക്കും ജോലിയാണ്. ഉമ്മയും ബാപ്പയും ജോലിക്ക് പോയി, മക്കൾ ഒറ്റക്കാ വീട്ടില്. അപ്പൊ അവര് കാമുകനെ വിളിക്കും, കാമുകിയെ വിളിക്കും. സത്യല്ലേ? സത്യല്ലേ? ഇപ്പൊ നിങ്ങൾക്കൊക്കെ എന്തുണ്ട്? ഒരു വിഷമം തോന്നില്ലേ? ഒരു വിഷമം ഇങ്ങനെ തോന്നില്ലേ? ഇതിങ്ങനെ കേൾക്കുമ്പോ ഒരു കുറ്റബോധം തോന്നില്ലേ? ആ കുറ്റബോധം ഉണ്ടാവണം, എന്നിട്ട് മാറാൻ ശ്രമിക്കണം. ഇനി കേട്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഇഷ്ടമാണ് ഫാത്തിമയോട്, ഒരുപാട് ഇഷ്ടമാണ് ഫാത്തിമയോട്. ഒരിക്കൽ ഫാത്തിമ പറഞ്ഞു, ആയിഷ ബീവിയുടെ അടുത്ത് വന്നപ്പോ നബിയില്ല, ഉമ്മാന്റെ അടുത്ത് വന്നപ്പോ നബിയില്ല. അപ്പൊ പറഞ്ഞു, ഇതാ കണ്ടോ, ആസ് കല്ല് പിടിച്ചിട്ട് എന്റെ കൈകൾ പൊട്ടിയിരിക്കുന്നുമ്മ. നബിയോട് പറയണേ, എന്റെ പൊന്നാര ഉപ്പയോട് പറയണേ, എനിക്കൊരു ജോലിക്കാരനെ വെച്ച് തരാൻ, അല്ലെങ്കിൽ ഒരു ജോലിക്കാരിയെ വെച്ച് തരാൻ പറയണേ. അവൻ പറഞ്ഞു, ഫാത്തിമ ബീവി പോയി വീട്ടിലോട്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ ഫാത്തിമ ബീവി ഇത് പറഞ്ഞു, ആയിഷ ബീവി ഇത് പറഞ്ഞു. അപ്പൊ നബി ഫാത്തിമന്റെ അടുത്ത് വരികയാണ്. ശരിക്കും ചിന്തിച്ചോളൂ, ബാപ്പ ആരാകണം? ഒരു ബാപ്പ ആരാകണം? നബി നേരെ വീട്ടിൽ ചെന്നു, സലാം പറഞ്ഞു. മോളെ എവിടെ ഇരിക്കുന്നു? മോളെ, നീ ഒരു തൊഴിലാളിയെ, നിനക്ക് വേണ്ടി ഒരു വേലക്കാരനെ, ഒരു വീട്ടുപണിക്കാരനെ വേണമെന്ന് പറഞ്ഞു. മോളെ, ആ ഞാൻ ആവശ്യപ്പെട്ടു, എന്റെ കൈ കണ്ടില്ലുപ്പ, പൊട്ടിയിരിക്കുന്ന കണ്ടില്ലുപ്പ. അപ്പൊ നബി പറയണം, മോളെ, മദീനത്തെ പള്ളിയുടെ ചുറ്റിലും അഹ്ലു സുഫത്ത് എന്ന 300 ചില്ലാനം ആളുകളുണ്ട് മോളെ. അവർ പട്ടിണി കിടക്കുന്നുണ്ട്, അവർ കുടുതുണിക്ക് മറുതുണിയില്ല, അവർക്ക് ഒരു കൊച്ചുകൂര പോലും ഇല്ല മോളെ. നിനക്ക് വീടുണ്ട്, നിനക്ക് ഭർത്താവുണ്ട്, നിനക്ക് ഞാനുണ്ട്, നിനക്ക് അലിയാരുണ്ട്, നിനക്കൊരു കൊച്ചു വീടുണ്ട് മോളെ, നിനക്ക് ആസുകല്ലുണ്ട് മോളെ. അതുപോലും ഇല്ലാത്ത ആളുകളുണ്ടെന്ന കാര്യം അറിയണേ മോളെ. തീർന്നില്ല മോളെ, നിനക്ക് ഞാൻ അതിനേക്കാൾ വലിയൊരു കാര്യം പഠിപ്പിച്ചു തരാം. ഉറങ്ങാൻ നേരം ഒതുകെടുത്തിട്ട് നീ ചെല്ലണം മോളെ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ 34 തവണ ചെല്ലണേ മോളെ. സഫീൻ യുദ്ധത്തിൽ പോലും അലിയാർ തങ്ങൾ പിന്നെ മറന്നിട്ടില്ല. അപ്പൊ മോളെയും മരുവനെയും ദീന് പഠിപ്പിക്കുക ചെയ്ത്. നമ്മളോ? ഇനി നിങ്ങൾ അടുത്ത വാചകം നോക്ക്, സൂറത്തുൽ ലുഖ്മാനിൽ നമ്മുടെ മക്കൾ കഞ്ചാവ് അടിക്കുന്നു, കളവ് നടത്തുന്നതാണ്. എന്താ കാരണം? യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, ഇന്നഹാ യുതക മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദൽ,
ലുഖ്മാനുൽ ഹക്കീം പറയണം 16-ാമത്തെ വചനം, മോനെ മോനെ ഒരു ചെറിയ കാര്യം, ഈ സിന്തറ്റിക് ലഹരി എന്നൊക്കെ പറഞ്ഞാലേ, അതുപോലെ ഇന്നത്തെ MDMA എന്നൊക്കെ പറഞ്ഞാൽ അതിങ്ങനെ പഞ്ചസാര തരി പോലത്തെ പൊടികളാണ്. ഈ മിഠായികളിൽ വരെ അതുണ്ട്. ഇതൊക്കെ കൊടുക്കുന്ന ഒരു ലോകത്ത് ബാപ്പ മോനോട് പറയും, മോനെ ഒരു അണുത്തൂക്കുള്ള ഒരു കാര്യം നീ ഒളിപ്പിച്ചാലും മോനെ ബാപ്പാനെ പറ്റിക്കാൻ പറ്റും, ഉമ്മാനെ പറ്റിക്കാൻ പറ്റും മോനെ, പക്ഷേ അള്ളാനെ പറ്റിക്കാൻ പറ്റൂല. ആകാശത്തിലോ ഭൂമിയിലോ പാറക്കടിയിലോ എവിടെ നീ ഒളിപ്പിച്ചു വെച്ചാലും അള്ളാഹ് അത് കാണും മോനെ. ഇങ്ങനെ പഠിപ്പിച്ച ബാപ്പുണ്ടോ? ഇങ്ങനെ പഠിപ്പിച്ച ഉമ്മണ്ടോ? എങ്കിൽ മക്കൾ കേടിരൂല. അടുത്ത വാചകം എന്താ? യാ ബുനയ്യാ ഖിമിസ് സ്വലാത്ത വഅ്മുർ ബിൽ മഅറൂഫി വഅൻഹാ അനിൽ മുൻകർ. എന്റെ മോനെ നിസ്കാരം നിലനിർത്തണേ മോനെ, നിസ്കരിക്കണേ മോനെ, കൂടെ കൂട്ടിക്കൊണ്ട് പോകണം അതിനെ. തീർന്നില്ല നന്മ കൽപ്പിക്കണേ, തിന്മ വിരോധിക്കണേ മോനെ. അതാണ് മോനെ ഏറ്റവും ഖണ്ഡിതമായി തീരുമാനിക്കപ്പെട്ട കാര്യങ്ങൾ. അടുത്തു പറഞ്ഞ യാ ബുനയ്യ എന്റെ മോനെ ശബ്ദം ഉയരുന്നത് ശ്രദ്ധിക്കണേ, അങ്ങാടിയിൽ ബഹളമുണ്ടാക്കല്ല മോനെ. മാത്രമല്ല ആളുകളെ കാണുമ്പോ നിന്റെ ഫേസ് നീ തിരിച്ചു കളയല്ലേ മോനെ, അവരെ പുഞ്ചിരിയോടുകൂടി സ്വീകരിക്കണേ മോനെ. തർബിയത്ത് എവിടെ വെച്ചാണ്? മദ്രസയിലല്ല, തർബിയത്ത് അറബി കോളേജിലല്ല. ജനിച്ചു വീണ അന്നാള് മുതൽ മക്കൾക്ക് കൊടുക്കേണ്ട തർബിയത്ത് ഇന്ന് കിട്ടുന്നില്ല. ഇതാണ് പ്രശ്നം. ഏതാണ് പ്രശ്നം? ഇതാണ് പ്രശ്നം. നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചോ, ഇത് കേൾക്കുന്നവരും ലൈവിൽ കേൾക്കുന്നവരും, സത്യമല്ലേ ഇത്രയും സമയം ഞാൻ ഈ പറഞ്ഞത്? ആരാ അവർക്ക് മാതൃകയാവേണ്ടത്? കേട്ടോ, പൊതുമുതലിൽ നിന്ന് കാരൊക്കെ എടുക്കുകയാണ് പേരക്കുട്ടി ഫാത്തിമ ബീവിയുടെ. ഫാത്തിമ എത്ര ചങ്കാ റസൂലിന്. ആ ഫാത്തിമ ബീവിയുടെ ചെറിയ കുട്ടികൾ, എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികൾ പൊതുമുതലിൽ നിന്ന് കാരൊക്കെ തിന്നപ്പോ കുട്ടികളല്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരിച്ചോ? കാരണം അന്ന് തിരുത്തിയിലെ ചൊട്ടയിലെ ശീലം ചുടല വരെ. അന്നാ തിരുത്തണ്ട്, 15 വയസ്സാവുമ്പോ അല്ല തിരുത്തണ്ട്, അന്ന് തിരുത്തണം. അത് നബി പറഞ്ഞു, മോനെ തുപ്പിക്കള മോനെ, നമുക്ക് പറ്റില്ല മോനെ, തുപ്പിക്കള മോനെ. ചിന്തിക്കണേ. അപ്പോ തുപ്പാതെ വന്നപ്പോ വായിൽ കൈയിട്ടത് മാന്തി എടുത്ത് പുറത്തേക്ക്. ഇനി ഒരു ഒറ്റ ചോദ്യം ചോദിച്ചോട്ടെ, പിന്നീട് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഈ കൊച്ചു കുഞ്ഞ് മരിക്കുന്നത് വരെ ഒരു ഈത്തപ്പഴം തനിക്ക് പാടില്ലാത്തത് പിന്നീട് തിന്നിരുന്നോ? ഉണ്ടോ? ഇല്ല. എന്തേ കാരണം? ഏറ്റവും ചെറുപ്പത്തിൽ പഠിപ്പിച്ചിട്ട് ആ വെള്ളക്കടലാസിൽ ഹലാലെ തിന്നാവൂ ഹറാമ് തിന്നരുത് എന്ന് ആര് പഠിപ്പിച്ചു? ആര് എഴുതി വെച്ചു? അള്ളാഹുവിന്റെ റസൂൽ എഴുതി വെച്ചു. സമ്മതിച്ചോ? സുപ്രയിലിരുന്ന് ഭക്ഷണം ഇങ്ങനെ കഴിക്കുക. ഇപ്പൊ കുട്ടി അവിടുന്ന് നോക്കാൻ മാധ്യമ റസൂലിന്റെ കൈ പിടിച്ചു. കൈ പിടിച്ചിട്ട് മോനെ ബിസ്മി ചെല്ല് മോനെ, നിന്റെ ഭാഗത്ത് നിന്ന് തിന്ന് മോനെ. പിന്നീട് ഒരിക്കൽ ഈ കുട്ടി വ്യത്യസ്ത ഭക്ഷണം ഉണ്ടായിട്ട് ഒരു ഭാഗത്ത് നിന്ന് മാത്രം തിന്നപ്പോൾ റസൂൽ പറയണം, മോനെ അന്ന് ഞാൻ പറഞ്ഞതിന്റെ പൊരുള് വേറെയാണ്, ഇത് വ്യത്യസ്ത ഭക്ഷണം ഉണ്ടാവും, അതിൽ നിന്നൊക്കെ ഓരോന്ന് എടുക്കാം, ഇത് ഒരേ ഭക്ഷണം ആവുമ്പോ കണ്ടോ ആ പഠിപ്പിക്കൽ കണ്ടോ, പഠിപ്പിച്ചിട്ട് ആ കുട്ടി പിന്നീട് പ്രാവർത്തികാകുന്നുണ്ടോ? അപ്പൊ കുട്ടികളാവും. ഇനി നിങ്ങൾ നോക്ക്, അബൂ ദുജാന സുബൈ നമസ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് എഴുന്നേറ്റ് പോകുന്നത് ആളുകൾ കണ്ടു. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, നാലല്ല, അഞ്ചല്ല, ആറല്ല, ഏഴല്ല, എത്രയോ ദിവസം. അപ്പൊ ആളുകൾ പിടിച്ചു വെച്ചു. എങ്ങോട്ടാ പോണോ അബൂ ദുജാന? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ദിക്ർ ചെല്ലാതെ ദുആയിരക്കാതെ എങ്ങോട്ടാ പോണെന്നാ ചോദ്യം. അദ്ദേഹം പറഞ്ഞു, അതെ എന്റെ അയൽവാസിയുടെ വീട്ടിലെ ഒരു ഈത്തപ്പനയുണ്ട്, അവന്റെ അതിരില് ആ ഈത്തപ്പനയുടെ പഴങ്ങളൊക്കെ വീഴുന്നത് എന്റെ മുറ്റത്താണ്. അപ്പൊ എന്റെ മക്കള് നേരത്തെ എണീച്ച് അന്യന്റെ ഈത്തപ്പഴം തിന്നും. സ്വന്തം നോക്കൂ, ചെറിയ കുട്ടി ഹറാമ് തിന്നരുത് എന്ന് ബാപ്പാക്ക് കണിശത ഉണ്ടായിരുന്നു. അങ്ങനെ കണിശതുള്ള എത്ര പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്? എത്ര പേരുണ്ട്? പറ, എത്ര പേരുണ്ട്? ഉമർ ബിൻ അബ്ദുൽ അസീസ് മകന്റെ കയ്യിൽ പൊതുമുതലിൽ നിന്ന് ഒരു ആപ്പിൾ കണ്ടു. കണ്ണുകൾ ചുവന്നു തൊടുത്തു. ആപ്പിൾ പിടിച്ചെടുത്തു കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് പൊതുമുതലിലേക്ക് വെച്ചു. കുട്ടി പൊട്ടിക്കരയുകയാണ്. കരച്ചിൽ നിൽക്കാതെ, കരച്ചിൽ ഓവറായപ്പോ ഉമർ ബിൻ അബ്ദുൽ അസീസ് അങ്ങ് പോയി. പക്ഷേ ഭാര്യക്ക് ഉമ്മാക്ക് കൽബ് പടച്ചപ്പോ മാർക്കറ്റിൽ പോയിട്ട് ഒരാപ്പിൾ കൊണ്ടുവന്ന് കുട്ടിയുടെ കയ്യിൽ കൊടുത്തു. കുട്ടിയുടെ കരച്ചിൽ. പിന്നെ ഉമർ ബിൻ അബ്ദുൽ അസീസ് വന്നപ്പോ ആ കുട്ടിയുടെ കയ്യിൽ വീണ്ടും ഒരു ആപ്പിൾ കണ്ടപ്പോ അദ്ദേഹം ആകെ വെപ്രാളപ്പെട്ടപ്പോ ഭാര്യ പറയണം, ബേജാറല്ല, നേരത്തെ ആപ്പിൾ അല്ല, അത് ഞാൻ വാങ്ങിക്കൊടുത്ത ആപ്പിളാണ്. നിങ്ങൾ എനിക്ക് ചെലവഴിക്കാൻ തന്ന സംഖ്യയിൽ നിന്ന് പിശുക്കി പിടിച്ചത് കൊണ്ട് ഞാൻ എന്റെ മകനൊരു ആപ്പിൾ വാങ്ങിച്ചു കൊടുത്താണ്. ഈ സമയത്ത് ഉമർ ബിൻ അബ്ദുൽ അസീസ് പറഞ്ഞത് എന്താ അറിയോ? ഓരോ ബാപ്പാരും മനസ്സിലായിക്കോളെ. ഭാര്യയോട് പറയണം, എടീ കുഞ്ഞിന്റെ ചെറിയ കുട്ടിയായിട്ട് പോലും ഞാൻ അവന്റെ കയ്യിൽ നിന്ന് ആപ്പിൾ പറിച്ചെടുത്തത് അതിങ്ങനെ പിടിച്ചു വാങ്ങുമ്പോ എന്റെ കരള് പറിക്കുന്ന വേദന ഒരു ബാപ്പ എന്ന നിലയ്ക്ക് എനിക്ക് ഉണ്ടായിരുന്നു.
പക്ഷെ എൻ്റെ കുട്ടി ഹറാമിൻ്റെ വഴി ജീവിതത്തിൽ ഒരിക്കലും സ്വീകരിക്കരുത് എന്ന് വിചാരിച്ചിട്ടാണ്. ചിന്തിക്ക്.